പി വി അൻവറിന് തൃണമൂൽ കോൺഗ്രസിന്റെ കൺവീനർ സ്ഥാനവും പാർട്ടി അംഗത്വവും ഒക്കെ നഷ്ടമാകുന്ന സാഹചര്യങ്ങളാണ് ഉരുത്തിരിയുന്നത്. ഇത് പറഞ്ഞത് TMCയുടെ അതായത് തൃണമൂൽ കോൺഗ്രസിന്റെ കേരള അധ്യക്ഷൻ CG ഉണ്ണിയാണ്. CG ഉണ്ണി പറയുന്നത് പാർട്ടിയെ ബലിയാടാക്കി, പാർട്ടിയെ PV അൻവർ വഞ്ചിക്കുകയും ചതിക്കുകയും ചെയ്തു. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം നിലനിൽപ്പിന് വേണ്ടി രാഷ്ട്രീയ ഭിക്ഷാന്തേഹിയായി അലഞ്ഞു നടക്കേണ്ടി വരുന്ന PV അൻവർ TMCയെ തൃണമൂൽ കോൺഗ്രസിനെ UDFന്റെ വാതിൽക്കൽ കൊണ്ട് കെട്ടാൻ ആഗ്രഹിക്കുന്നു. ഇത് തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നയത്തിനും പാർട്ടിയുടെ നിലപാടിനും എതിരാണ്. പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിലെ നേതാക്കളെ ആരും PV അൻവർ മുഖവിലേക്ക് എടുക്കുന്നില്ല. CG ഉണ്ണി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ PV അൻവറിന് കട്ട കലിപ്പാണ്. CG ഉണ്ണിയെക്കുറിച്ച് ഒരിക്കൽ മാധ്യമങ്ങൾ PV അൻവറിനോട് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു നേതാവിനെ കുറിച്ച് കേട്ടിട്ടില്ല, അറിയുകയില്ല, അങ്ങനെ ഒരു നേതൃത്വവും കേരളത്തിൽ ഇല്ല എന്ന തരത്തിലാണ് PV അൻവർ മറുപടി കൊടുത്തത്. അതുപോലെ തന്നെയാണ് CG ഉണ്ണി പറയുന്നത് PV അൻവറിനെ സംസ്ഥാന കൺവീനറായി നിശ്ചയിച്ചത് ദേശീയ നേതൃത്വമാണ്. അത് സംസ്ഥാന സമിതിയുമായി, സംസ്ഥാന കമ്മിറ്റിയുമായി ചേർന്ന് പ്രവർത്തിക്കണം എന്ന നിർദ്ദേശവും ഉണ്ടായിരുന്നു. പക്ഷെ PV അൻവർ തൻ്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി, തൻ്റെ രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി താൻ ഇഷ്ടപ്പെടുന്നത്, താൻ ആഗ്രഹിക്കുന്നതെന്തും നടപ്പിലാക്കണം എന്ന തരത്തിൽ UDFന്റെ ആലയിലേക്ക് ഓടിക്കയറാൻ ശ്രമിക്കുന്നു. അതുപോലെ മുസ്ലിം ലീഗുമായി ചർച്ച ചെയ്യുന്നു. അതുപോലെ പല സംഭവങ്ങൾ, പല തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തുന്നു. ഇതൊന്നും പാർട്ടി സംസ്ഥാന നേതൃത്വം അറിഞ്ഞിട്ടില്ല എന്നാണ് CG ഉണ്ണി പറയുന്നത്. അതുകൊണ്ട് മമതാ ബാനർജിക്ക് അവരൊരു കത്തും തയ്യാറാക്കി അയച്ചിട്ടുണ്ട്. മമതാ ബാനർജിക്ക് അയച്ചിരിക്കുന്നത് പാർട്ടി നയങ്ങൾക്ക് വിരുദ്ധമായി സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ PV അൻവർ കേരളത്തിൽ ചില നിലപാടുകൾ എടുക്കുന്നുണ്ട്, അത് പാർട്ടി പരിശോധിക്കണം, PV അൻവറിനെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നാവശ്യപ്പെട്ടാണ് CG ഉണ്ണിയും ഉണ്ണിയെ അനുകൂലിക്കുന്ന തൃണമൂൽ കോൺഗ്രസ് നേതാക്കളൊക്കെ മമതാ ബാനർജിക്ക് കത്തയച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കത്തിൻ്റെ ബലത്തിലാണോ അതോ മമതാ ബാനർജിക്കോ അല്ലെങ്കിൽ ദേശീയ നേതാക്കൾക്കോ PV അൻവറിൻ്റെ പോക്ക് അത്ര തൃപ്തികരമല്ല എന്ന് തോന്നിയത് കൊണ്ടാണോ എന്ന് വ്യക്തമല്ല. തൃണമൂൽ കോൺഗ്രസിന്റെ മുതിർന്ന 2 നിരീക്ഷകരെ സംസ്ഥാനത്തേക്ക് നിയോഗിക്കാൻ ദേശീയ നേതൃത്വം തീരുമാനിച്ചതായും CG ഉണ്ണി പറയുന്നു. CG ഉണ്ണിക്ക് PV അൻവറിനോട് എന്തെങ്കിലും വ്യക്തിവൈരാഗ്യം ഉള്ളത് കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായി പറയാൻ കഴിയുകയില്ല. CG ഉണ്ണിയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ. അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് ചലനമൊന്നും ഇതുവരെ സംഭവിച്ചിട്ടുമില്ല. PV അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ തനത് നിലപാടുകൾക്കെതിരെയാണ് കോൺഗ്രസുമായി ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. കോൺഗ്രസുമായി സഹകരിക്കുമെന്ന് പ്രഖ്യാപിച്ചത്, UDFുമായി സഹകരിക്കുമെന്ന് പ്രഖ്യാപിച്ചത്, UDF പ്രവേശനത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. അത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുന്നേ UDFിനുള്ളിൽ കയറിപ്പറ്റാനുള്ള തീവ്ര ശ്രമങ്ങളും വിലപേശൽ തന്ത്രങ്ങളും PV അൻവർ നടത്തുന്നുമുണ്ട്. ഇതിനെതിരെയാണ് സംസ്ഥാന നേതൃത്വം, തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം ദേശീയ നേതൃത്വത്തിന് പരാതി നൽകിയിരിക്കുന്നത്. അതുമാത്രമല്ല, PV അൻവർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന ഉടനെ അല്ലെങ്കിൽ കൺവീനറുടെ സ്ഥാനം ഏറ്റെടുത്ത ഉടനെ 2-3 പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. ഒന്ന്, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു ജാഥ നടത്തും, രാഷ്ട്രീയ ജാഥ നടത്തുമെന്ന്. പക്ഷേ എന്തായി എന്ന് CG ഉണ്ണി ചോദിക്കുന്നു. വെറും വാചകമടിയല്ലാതെ കാര്യമൊന്നുമില്ല. മമതാ ബാനർജിയെ പങ്കെടുപ്പിച്ച കോഴിക്കോട് മഹാറാലി സംഘടിപ്പിക്കുമെന്ന് PV അൻവർ പറഞ്ഞിട്ട് അതെന്തായി? അതിനും യാതൊരു നിലപാടുമില്ല, അല്ലെങ്കിൽ അതിന് യാതൊരു മുന്നോട്ട് പോക്കുമില്ല എന്നും CG ഉണ്ണി വിമർശിക്കുന്നു. എന്തായിരിക്കും PV അൻവർ ഇങ്ങനെയൊക്കെ പ്രഖ്യാപിച്ചിട്ട് ഇതൊന്നും നടപ്പിലാക്കാതിരിക്കുന്നത്? അത് ദേശീയ നേതൃത്വവുമായി PV അൻവറിന് അത്ര വലിയ ചങ്ങാത്തമില്ല, അടുപ്പമില്ല. ഇവിടെ ആ പാർട്ടിയുടെ ലേബലിൽ കിടന്ന ആളാകാനുള്ള ശ്രമം മാത്രമാണ് PV അൻവർ നടത്തുന്നതെന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം ആരോപിക്കുന്നത്. മാത്രമല്ല, മറ്റു ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട്, അല്ലെങ്കിൽ തൃണമൂൽ സംസ്ഥാന നേതൃത്വം പറയുന്നുണ്ട്. PV അൻവറിനൊപ്പം ഒരു PR ടീമുണ്ട്, അതായത് പബ്ലിക് റിലേഷൻ ടീം. അവർ മാക്സിമം പബ്ലിസിറ്റി കൊടുക്കുന്നുണ്ട് PV അൻവറിന്. അതുപോലെ തന്നെ മാധ്യമപ്പടയും PV അൻവറിൻ്റെ വാക്യത്തോട്ട് എപ്പോഴും മൈക്ക് കുത്തിവെച്ചിരിക്കുകയാണ്. മൈക്ക് PV അൻവർ എന്ത് പറഞ്ഞാലും വാർത്ത വാർത്ത വാർത്ത. ആ തരത്തിൽ മാധ്യമങ്ങളും PR വർക്കും PR ടീമും PV അൻവറിനൊപ്പമുണ്ട്. അതുമാത്രമാണുള്ളത്. നിലമ്പൂരിലെ ജനത ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ എതിർക്കുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ തള്ളിക്കളയുന്നു. അതെങ്ങനെയാണ്? ഭീഷണി രാഷ്ട്രീയമാണ്. PV അൻവറിൻ്റെ ഭീഷണി രാഷ്ട്രീയത്തെ നിലമ്പൂരിലെ ജനം തള്ളിക്കളഞ്ഞു. അത് PV അൻവറിന് നിലമ്പൂരിലും ഒട്ടും സ്ഥാനമില്ല എന്ന് സംസ്ഥാന നേതൃത്വം ആരോപിക്കുമ്പോൾ അത് PV അൻവറിന് കൊള്ളുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ചുരുക്കി പറഞ്ഞാൽ PV അൻവർ ഇടത് ബന്ധം ഉപേക്ഷിച്ച് പുറത്തു വന്നു. DMK തമിഴ്നാട്ടിൽ പോയി DMKയുമായി അലയൻസിന് ശ്രമിച്ചു. DMK പറഞ്ഞു പറ്റില്ല, പിണറായി വിജയൻ പിണക്കിക്കൊണ്ടുള്ള ഒരു പരിപാടിക്കുമില്ല എന്ന് മുഖത്തടിച്ച് പറഞ്ഞു. ഇവിടെ വന്നിട്ട് ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കി.
എന്നിട്ട് എന്താണ് കുറേ ബലൂണും കൊടിതോരണങ്ങളും DMKയുടെ അതേപോലുള്ള കുറേ കൊടിതോരണങ്ങളൊക്കെ അടിച്ചു വെച്ചു, അതൊക്കെ വെറുതെ കൊടുക്കേണ്ടി വന്നു. ബലൂണൊക്കെ വെറുതെ ഒരു കാര്യവുമില്ലാതെ അങ്ങനെയൊക്കെ PV അൻവർ കുറേ പ്രചരണം നടത്തി. പിന്നെ കാശുള്ളത് കൊണ്ടൊന്ന് നടത്താം. പിന്നെന്താണ്, അങ്ങനെ പല സ്ഥലങ്ങളിലും മുട്ടി, സമാജ്വാദി പാർട്ടിയിൽ മുട്ടി നോക്കി. പിന്നെയാണ് ഒടുവിലാണ് തൃണമൂൽ കോൺഗ്രസ് വാതിൽ തുറന്നു കൊടുക്കുകയും അവിടെ ഒരു ഇരിപ്പിടം കൊടുക്കുകയും ചെയ്തത് തൃണമൂൽ കോൺഗ്രസിൽ. ആ തൃണമൂൽ കോൺഗ്രസിനെയാണ് ഇപ്പോൾ അവരുടെ രാഷ്ട്രീയ നയങ്ങൾക്ക്, അവർക്ക് പലപ്പോഴും കോൺഗ്രസുമായി എതിരഭിപ്രായമുണ്ട്, പലയിടത്തും അവർ കോൺഗ്രസുമായി വിയോജിപ്പ് രേഖപ്പെടുത്താറുണ്ട്. അങ്ങനെ വിയോജിച്ച് നിൽക്കുന്ന പാർട്ടിയെ UDFന്റെ ആലയിൽ കൊണ്ട് കെട്ടാൻ ശ്രമിക്കുകയാണ് PV അൻവർ എന്നാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ ആക്ഷേപം. അതുകൊണ്ട് തന്നെ PV അൻവർ എന്താണ് ഇനി തൃണമൂൽ കോൺഗ്രസിലും അധിക നാൾ പിടിച്ചു നിൽക്കാൻ വഴിയില്ല. പ്രത്യേകിച്ച് UDFന്റെ നിബന്ധന, UDF പറഞ്ഞത് PV അൻവർ സ്വന്തമായൊരു പാർട്ടി രൂപീകരിച്ച് വരികയാണെങ്കിൽ മുന്നണിയിലെടുക്കാം, നിഷ്പ്രയാസം നടക്കും. പക്ഷേ തൃണമൂൽ കോൺഗ്രസിൽ നിൽക്കുന്നത് കൊണ്ട് മുന്നണി ബന്ധം അല്ലെങ്കിൽ മുന്നണിയിൽ ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത് ഇത്തിരി പ്രയാസമുള്ള കാര്യമെന്ന് തന്നെയാണ് UDFും വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ PV അൻവർ തൃണമൂൽ ബന്ധം ഉപേക്ഷിച്ച് സ്വന്തം പാർട്ടി പ്രഖ്യാപിച്ചുകൂടാ എന്നൊന്നും ഇല്ല.